കലൂരിൽ മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിച്ചു. ഫയർഫോഴ്സും ആനിമൽ റെസ്ക്യൂ ടീം സംഘവും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫയർഫോഴ്സ് സംഘം പില്ലറിന് മുകളിൽ കയറി പൂച്ചയെ താഴെ എത്തിക്കുകയായിരുന്നു. പൂച്ച പില്ലറിൽ കുടുങ്ങിയിട്ട് ഒരാഴ്ചയായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപമാണ് സംഭവം. ഗോപിക അരവിന്ദ് നൽകും വിശദാംശങ്ങൾ. ഗോപിക, ഒരാഴ്ചയോളമായി പൂച്ച കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പൂച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം പുരോഗമിച്ചത്? ആരതി, തീർച്ചയായും കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പൂച്ച ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ഈ പില്ലർ നമ്പറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ രാവിലെ 11:30 കൂടിയ രക്ഷാദൗത്യം ഇന്ന് രാത്രി പുലർച്ചെ 1:30 പൂച്ചയെ രക്ഷിച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെ ഈ മെട്രോ സർവീസ് 11 മണിക്ക് ശേഷം മെട്രോ സർവീസ് അവസാനിച്ചതിന് ശേഷമേ പൂച്ചയെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഫയർ റെസ്ക്യൂ ടീം അറിയിച്ചിരുന്നു. എന്തായാലും 11 മണിക്ക് ശേഷം മെട്രോ സർവീസ് അവസാനിച്ചതിന് ശേഷം 12 മണിയോടുകൂടി വീണ്ടും രക്ഷാദൗത്യം ആരംഭിക്കുകയായിരുന്നു. ഇതിനായി പൂച്ചയെ രക്ഷിക്കാനായി കൂട് സ്ഥാപിച്ചിരുന്നു. ഇതിലാണ് പുലർച്ചെ 1:30 പൂച്ച അതിൽ കുടുങ്ങുകയായിരുന്നു. അതിനുശേഷം പൂച്ചയെ തോപ്പുംപടിയിലുള്ള മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം വളരെ സങ്കീർണമായ ഒരു രക്ഷാദൗത്യമായിരുന്നു. കാരണം ഇന്നലെ രാവിലെ 11:30 മുതൽ ഇത്തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ചും പലതരത്തിൽ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയം കണ്ടിരുന്നില്ല. ഇതിനെ തുടർന്നാണ് അവസാനം മെട്രോ സർവീസ് അവസാനിച്ചതിന് ശേഷം, വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷം പൂച്ചയെ രക്ഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫയർ റെസ്ക്യൂവും അതുപോലെ തന്നെ മൃഗരക്ഷണ സംഘടനയും എല്ലാം എത്തിയത്. എന്തായാലും അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പൂച്ച ഈ സ്റ്റേഡിയത്തിന്റെ പില്ലറിൽ കയറിയിരിക്കുകയായിരുന്നു. അത് ഓട്ടോക്കാരുടെ എല്ലാം ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത്. എന്നാലും ആദ്യം ഈ പ്രദേശവാസികളെല്ലാം തന്നെ തുടക്കത്തിൽ കുറച്ച് ഭക്ഷണമൊക്കെ പല രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പൂച്ച വളരെ അവശനായ നിലയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ പൂച്ചയുടെ രക്ഷാദൗത്യം വിജയിച്ചിരിക്കുകയാണ് ആരതി.